ഹലോ ഫ്രണ്ട്സ്, അപ്പൊ വാക്കി ടോക്കിയിലേക്ക് വീണ്ടും സ്വാഗതം. കഥ പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിച്ച പോർട്സ്മത്തിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇന്ന് ഊളിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതെ, പോർട്സ്മത്ത് ഹിസ്റ്റോറിക് ഡോക്യാർഡിൽ നിന്നും പുറപ്പെടുന്ന ഹാർബർ ടൂറിലേക്കാണ് നമ്മൾ ഇന്ന് ക്യാമറയുമായി നടന്നു കയറുന്നത്. അരമണിക്കൂറിൽ പറയാൻ പോകുന്ന പോർട്സ്മത്തിന്റെ ചരിത്രവും വർത്തമാനവുമാണ് ഈ യാത്ര. അതോടൊപ്പം ഈ കരയും കടലും യുകെയുടെ നാവികസേനയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ വീഡിയോ നിങ്ങളോട് പറയും. യുകെയുടെ ആദ്യത്തെ ഇരുമ്പ് കവച യുദ്ധക്കപ്പലായ HMS വാരിയറും പ്രീമിയർ ലീഗ് ക്ലബായ വെസ്റ്റ് ഹാം യുണൈറ്റഡും തമ്മിൽ എന്താണ് ബന്ധം? സോഷ്യലിസ്റ്റ് നേതാവ് നികിത ക്രുഷ്ചേവിന്റെ കപ്പൽ പരിശോധിക്കാൻ ഇറങ്ങിയ ഇംഗ്ലീഷ് മുങ്ങൽ വിദഗ്ധൻ എന്ത് സംഭവിച്ചു? യുകെയുടെ വിമാനവാഹിനി കപ്പലും കമീല പാർക്കറും തമ്മിൽ എന്താണ് ബന്ധം? പക്ഷേ ഇതൊന്നുമല്ല കഥ. 12 കപ്പലുകളാണ് നമ്മൾ ഈ ഒറ്റ യാത്രയിൽ കാണാൻ പോകുന്നത്. അതിൽ കഴിഞ്ഞ വർഷം നീറ്റിലിറക്കിയ ലോകത്തെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ മുതൽ 18ാം നൂറ്റാണ്ടിൽ ട്രഫാൽഗർ യുദ്ധത്തിൽ നെപ്പോളിയന്റെ കപ്പൽപ്പടയെ തോൽപ്പിച്ച നെൽസന്റെ പടക്കപ്പൽ വരെയുണ്ട്. HMS വാരിയറിന്റെ ഓരത്തുള്ള ചെറിയ ബോട്ടിയെട്ടിയിൽ നിന്നുമാണ് നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്നത്. കാണാൻ പോകുന്ന കാഴ്ചയോർത്ത് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ടൂർ ഗൈഡ് കൂടിയായിട്ടുള്ള നമ്മുടെ ബോട്ടിന്റെ സ്രാങ്ക് വന്ന് സീറ്റിലിരുന്നിട്ട് രാജമാണിക്യ സ്റ്റൈലിൽ ഒറ്റ ഡയലോഗ്: എല്ലാരും വലത്തോട്ട് നീങ്ങിയിരിക്കുക. ആദ്യം വലത്തിരുന്നവർക്ക് സീറ്റ് കിട്ടി. ഇടതുവശത്തെ സീറ്റ് പിടിച്ചവർ ഇപ്പൊ ഏറ്റവും ബാക്കിലായി. യാത്രയുടെ വിവരണം ആദ്യം തുടങ്ങുന്നത് HMS വാരിയറിലാണ്. വിക്ടോറിയൻ ഫ്ലീറ്റിന്റെ അഭിമാനമായിരുന്ന ലോകത്തെ ആദ്യത്തെ ഇരുമ്പ് കവച യുദ്ധക്കപ്പലിനെ പറ്റി. പോർട്സ്മത്തിലുള്ള യുദ്ധക്കപ്പലായ HMS വാരിയറിനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഫുട്ബോൾ ക്ലബായ വെസ്റ്റ് ഹാം യുണൈറ്റഡും തമ്മിൽ അധികം ആരും അറിയാത്തൊരു കണക്ഷൻ ഉണ്ട്. ഇരുമ്പുരുക്കൊണ്ട് വാരിയർ നിർമ്മിച്ച തെംസ് അയൺ വർക്ക്സ് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയിലെ തൊഴിലാളികളുടെ തെംസ് അയൺ വർക്ക്സ് ഫുട്ബോൾ ക്ലബ്ബാണ് പിൽക്കാലത്ത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് എന്നറിയപ്പെട്ടത്. പിണച്ചു വെച്ച ചുറ്റികൾ കൊണ്ടുള്ള ലോഗോയും ദ ഹമ്മേഴ്സ്, ദ അയേൺസ് എന്നൊക്കെയുള്ള വെസ്റ്റ് ഹാമിന്റെ വിളിപ്പേരുകൾക്കും കാരണം വാരിയർ എന്ന ഈ കാരിരുമ്പ് കപ്പലാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന ബിൽഡിംഗ് ആണ് വാച്ച് ടവർ. പോർട്സ്മത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജലയാനങ്ങളുടെയും കൺട്രോൾ പോയിന്റ് ആണിത്. റഡാറും CCTVയും മറ്റു നിരീക്ഷണ സംവിധാനങ്ങളുമായി അവർ സദാസമയവും പോർട്സ്മത്ത് പോർട്ടിലെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അടുത്തതായി കാണുന്നത് സൗത്ത് റെയിൽവേ ജെട്ടി. ഇവിടെ വെച്ചാണ് ശീതയുദ്ധകാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ബസ്റ്റർ ക്രാബ് എന്ന മുങ്ങൽ വിദഗ്ധന്റെ തിരോധാനം സംഭവിക്കുന്നത്. നയതന്ത്ര സംഭാഷണത്തിനായി പോർട്സ്മത്തിലെത്തിയ ക്രൂഷ്ചേവിന് അകമ്പടി സേവിച്ച 3 കപ്പലുകളിലൊന്നിന്റെ പ്രൊപ്പല്ലർ പരിശോധിക്കാൻ കടലിലേക്ക് മുങ്ങിയ ക്രാബ് പിന്നെ പൊങ്ങിയില്ല. ഇതിന്റെ പേരിൽ ബ്രിട്ടനും റഷ്യയും പരസ്പരം ചാരപ്രവൃത്തി ആരോപിച്ചത് അക്കാലത്തെ ശീതയുദ്ധത്തെ മറ്റൊരു തലത്തിലെത്തിച്ചു. അതിനു തൊട്ടടുത്തുള്ള നീലക്കെട്ടിടമാണ് വിക്ടോറിയൻ റെയിൽവേ സ്റ്റേഷന്റെ കാത്തിരിപ്പ് കേന്ദ്രം. ഇന്നത്തെ പോർട്സ്മത്ത് ഹാർബർ വരുന്നതിന് മുമ്പ് പോർട്സ്മത്തിലേക്കുള്ള ട്രെയിനുകൾ യാത്ര അവസാനിപ്പിച്ചത് ഇവിടെയായിരുന്നു. ഐൽ ഓഫ് വിറ്റിലുള്ള തന്റെ കൊട്ടാരത്തിലേക്ക് പോകാനായി വിക്ടോറിയ രാജ്ഞി സ്ഥിരമായി എത്തിയിരുന്നതും ഇവിടെയായിരുന്നു. അടുത്തതാണ്
വിക്ടറി ജെട്ടി. അതെ, ട്രഫാൽഗർ യുദ്ധത്തിൽ നെപ്പോളിയനെ അടിയറവ് പറയിച്ച നെൽസൺ പ്രഭുവിന്റെ HMS വിക്ടറി. സൂക്ഷിച്ചു നോക്കിയാൽ ദൂരെ വിക്ടറിയെയും അതിൽ പാർന്ന യൂണിയൻ ജാക്കും കാണാം. ഇപ്പൊ നേരെ മുന്നിൽ കാണുന്ന യുദ്ധക്കപ്പലാണ് ഡ്യൂക്ക് ഓഫ് ലങ്കാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന HMS ലങ്കാസ്റ്റർ. 1990 മുതൽ ബ്രിട്ടീഷ് നേവിയുടെ ഭാഗമാണിവൻ. ഇനിയാണ് നമ്മൾ ഈ യാത്രയിലെ ഏറ്റവും വലിയ അതിഥീനെ കാണാൻ പോകുന്നത്. ഇപ്പൊ മുന്നോട്ട് നോക്കിയാൽ കാണുന്ന ഭീമൻ യുദ്ധക്കപ്പലും ഉണ്ടാവും. അതാണ് HMS പ്രിൻസ് ഓഫ് വെയിൽസ്. ക്വീൻ എലിസബത്ത് ക്ലാസ്സിൽപ്പെട്ട രണ്ടാമത്തെ വിമാനവാഹി കപ്പൽ. മൊത്തം നീളം നമ്മുടെ INS വിരാടിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വരും, 250 മീറ്റർ. ഭാരമാവട്ടെ 65,000 ടൺ. മറ്റു വലിയ വിമാനവാഹിനി കപ്പലുകളെ പോലെ വിമാനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അറസ്റ്റർ വയറുകളൊന്നും ഇതിലില്ല. പകരം നിന്നെടുത്ത് നിന്ന് പറന്നു വരാനും ഇറങ്ങാനും കഴിയുന്നവരും ആധുനിക യുദ്ധവിമാനങ്ങളാണ് ഇതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോക്ഹീഡ് മാർട്ടിന്റെ 36 F-35B എയർക്രാഫ്റ്റുകളും പിന്നെ പലവിധ ആക്രമണ നിരീക്ഷണങ്ങൾക്കുള്ള 14 ഹെലികോപ്റ്ററുകളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. 2007 പുതിയ 2 വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിടുന്നത്. അന്ന് 40,000 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട പദ്ധതി 2014 എത്തുമ്പോഴേക്കും 61,000 കോടി രൂപയായി മാറിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ 2010 വന്ന പുതിയ പഠനപ്രകാരം UK ഒരേ ക്ലാസ്സിൽപ്പെട്ട 2 വിമാനവാഹന കപ്പലുകൾ ആവശ്യമില്ലെന്ന് വന്നു. അനിയന്ത്രിതമായ ഉയർന്ന ചെലവും ആ തീരുമാനത്തിന് ഒരു കാരണമായിരുന്നു. പക്ഷേ കപ്പൽ നിർമ്മിക്കുന്ന BAE സിസ്റ്റംസിന് കരാറിന്റെ നഷ്ടപരിഹാരമായി കൊടുക്കേണ്ട തുക പ്ലാൻ വേണ്ടെന്ന് വെച്ചാൽ ഉള്ളതിനേക്കാൾ അധികമാകിയാൽ സർക്കാർ പ്രിൻസ് ഓഫ് വെയിൽസ് നിർമ്മിക്കുന്നതായി മുന്നോട്ട് പോവുകയായിരുന്നു. വെയിൽസ് രാജകുമാരന്റെ പത്നിയായ കോൺവാൾ പ്രഭ്വിയാണ് ഭർത്താവിന്റെ പേരിലുള്ള ഈ കപ്പലിനെ സ്പോൺസർ ചെയ്യുന്നത്. തങ്ങൾക്ക് വേണ്ടെങ്കിലും നല്ലൊരു തുകയിട്ടേ കൊടുക്കുക എന്നതുകൊണ്ടാണ് ഇരട്ടകളായ ഈ 2 വിമാനവാഹിനികളെയും കഴിഞ്ഞ 2 വർഷമായി ഇംഗ്ലണ്ട് പോറ്റി വളർത്തുന്നത്. നമ്മളിപ്പോ പോർട്സ്മത്ത് ഡോക്യാർഡിന്റെ ഏറ്റവും അറ്റത്തുള്ള മുനമ്പിലെത്തിയിരിക്കുന്നു. ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന ഏറ്റവും പഴയ ഡ്രൈ ഡോക്കാണ് ഹെൻറി 8 കാലത്ത് 1495 പണി കഴിപ്പിച്ച പോർട്സ്മത്ത് ഹിസ്റ്റോറിക് ഡോക്യാർഡ്. കഴിഞ്ഞ 5.5 നൂറ്റാണ്ടിലെ ലോകത്തിലെ വിശിഷ്യ ആധുനിക യൂറോപ്പിന്റെ നാവിക ചരിത്രം പറയാൻ ഇതിലും മികച്ച ഒരിടമില്ല. പുതിയ നാടുകൾ കണ്ടെത്താനും വെട്ടിപ്പിടിക്കാനും കീഴടക്കാനും ഒരുപാട് കപ്പലുകൾ പോർട്സ്മത്തിന്റെ ഡോക്കിൽ നിന്നും നീറ്റിലിറങ്ങി. അവ പലതും പുതിയ ദൂരങ്ങൾ തേടി, കാലങ്ങൾ താണ്ടി, മറ്റാരും കണ്ടിട്ടില്ലാത്ത ലോകങ്ങൾ കീഴടക്കി. ചിലത് യുദ്ധങ്ങൾ നടത്തി, ചിലത് കടലുകൾ കീഴടക്കി, മറ്റു ചിലത് ആഴങ്ങളിൽ മുങ്ങി. ഇപ്പൊ നേരെ മുന്നിൽ കാണുന്ന യുദ്ധക്കപ്പൽ കണ്ടോ? അതാണ് HMS ഡങ്കൻ. ചെറുതല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. പുലിയല്ല, പുപ്പുലിയാണിവൻ. വെറും 8 വയസ്സ് പ്രായം, പക്ഷെ വഹിക്കുന്നത് ഹാർപൂൺ എന്ന ആധുനിക കപ്പൽവേദ മിസൈലുകളാണ്. അടുത്ത കാലത്ത് ഇറാനുമായി പേർഷ്യൻ കടലിൽ ഉണ്ടായിരുന്ന ഉരസൽ ഓർക്കുന്നില്ലേ? അവിടെ ഓടിയെത്തി ബ്രിട്ടീഷ് എണ്ണക്കപ്പലുകളെ രക്ഷിച്ചെടുത്തത് ഇവനാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളോട് പോരാടാൻ മെഡിറ്ററേനിയൻ കടലിലും മധ്യേഷ്യയിലുമാണ് ഇവൻ അധികകാലവും ചെലവഴിച്ചത്. ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗത്തിൽ 100 മൈൽ അകലെ പോകുന്ന ടെന്നീസ് ബോളിന്റെ വലുപ്പത്തിലുള്ള വസ്തുവിനെ പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളാണ് ഈ കുഞ്ഞൻ കപ്പലിലുള്ളത്. ഇപ്പോഴുള്ള 56 മിസൈലുകളുടെ കൂടെ പുതിയ 8 കൂടെ കൂട്ടിച്ചേർക്കാനാണ് ഇപ്പൊ ഇവനിവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. കാണാൻ ചെറുതെങ്കിലും ഭീകരനാണെന്ന് സാരം.
അടുത്തതായി കാണുന്നതാണ് HMS മോൺമത്ത് എന്ന കപ്പൽ. കാലപ്പഴക്കത്താൽ ഡീകമ്മീഷൻ ചെയ്ത് പൊളിക്കാനിട്ടിരിക്കുകയാണെങ്കിലും മറ്റൊരു വലിയ കപ്പൽ നിർമ്മാണ ഉടമ്പടി പ്രകാരം ഗ്രീസിന് വെറുതെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് 35 കോടി രൂപ മൂല്യം വരുന്ന ഈ കപ്പൽ. അതിനടുത്തത് HMS വെസ്റ്റ്മിനിസ്റ്റർ. ഏതാണ്ട് 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഫ്രിഗേറ്റ് വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലാണിത്. ടുമോറോ നെവർ ഡൈസ് എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിലെ യുദ്ധക്കപ്പലിന്റെ ഉൾവശങ്ങൾ ചിത്രീകരിച്ചത് വെസ്റ്റ്മിനിസ്റ്റർ എന്ന ഈ ഡ്യൂ ക്ലാസ് യുദ്ധക്കപ്പലിലാണ്. 32 മിസൈലുകൾ വിന്യസിച്ചിട്ടുള്ള കക്ഷി ലോകത്തിലെ പല ഭാഗങ്ങളിലെയും സർവീസുകൾക്ക് ശേഷം ഇപ്പോൾ വിശ്രമത്തിലാണ്. അടുത്ത് കരയിൽ കാണുന്ന വലിയ ഹാങ്കറും 2 കെട്ടിടങ്ങളും പ്രതിരോധ രംഗത്തെ അധികായന്മാരായ BAE സിസ്റ്റംസിൻ്റെതാണ്. UK-യുടെ 2 വിമാനവാഹിനി കപ്പലുകളും മറ്റനേകം യുദ്ധവിമാനങ്ങളും നിർമ്മിച്ച ഈ കമ്പനി യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടുകാരാണ്. ഇപ്പോ യുദ്ധക്കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കാണ് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ മുന്നിൽ കാണുന്ന SD വിക്ടോറിയ ലോകത്തിന്റെ ഏത് ഭാഗത്തും മിലിറ്ററിക്ക് വേണ്ടി ആളും ആയുധങ്ങളും എത്തിക്കുന്ന വിതരണ കപ്പലാണ്. സെർക്കോ മറൈൻ സർവീസിന്റെ ഉടമസ്ഥതയിലാണ് SD വിക്ടോറിയ എന്ന ഈ കപ്പൽ. അക്കാണുന്ന സ്തംഭാകൃതിയിലുള്ള വാച്ച് ടവറോടുകൂടി ഡോക്യാർഡ് അവസാനിക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള പോർട്സ്മത്ത് വ്യാവസായിക തുറമുഖത്തിന്റെ പൂമുഖത്തുള്ള പോർട്ടിക്കോ എന്ന കണ്ടെയ്നർ ടെർമിനലിന്റെ ക്രെയിനാണ് നമ്മൾ ആദ്യം കാണുന്നത്. പ്രധാനമായും UK-യിലേക്ക് വേണ്ട പഴം പച്ചക്കറികളാണ് ഇവിടെ എത്തുന്നത്. അതിൽ തന്നെ UK-യിൽ ഒരു ദിവസം കഴിച്ചു ചേർക്കുന്ന വാഴപ്പഴങ്ങളുടെ 70% എത്തുന്നത് ഇവിടെയാണ്. ഈ വശത്തെ കാഴ്ചകൾ തുറമുഖത്തോടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബോട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ആദ്യം കാണുന്നത് ആരോ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഡഗ്ലസ് എന്ന കപ്പലാണ്. ചാനൽ ഐലൻഡുകളായ ജേഴ്സി, ജെന്നസി എന്നിവിടങ്ങളിൽ നിന്നും പോർട്സ്മത്തിലേക്കും തിരിച്ചും വാഹനങ്ങൾ കൊണ്ടുപോകലാണ് ഇവന്റെ പണി. ഞായറാഴ്ച അവധിയുടെ ആലസ്യത്തിൽ വെറുതെ കിടക്കുകയാണ് ഇവൻ. ജേഴ്സി, ജെന്നസി എന്നിവിടങ്ങളിലേക്ക് ആളുകളുമായി സർവീസ് നടത്തുന്ന കോണ്ടോർ ഫെറീസിന്റെ MV കമാൻഡർ ഗുഡ്വിൽ എന്ന കപ്പലിന്റെ തലപ്പൊക്കം ആരേക്ക് പിറകിൽ ചെറുതായിട്ട് കാണാം. തൊട്ടടുത്ത് ഐൽ ഓഫ് വൈറ്റിലേക്ക് യാത്ര നടത്തുന്ന വെയ്റ്റ് ലിങ്ക് എന്ന കപ്പൽ. പോർട്സ്മത്തിൽ നിന്നും സമീപ ദ്വീപായ ഐൽ ഓഫ് വൈറ്റിലേക്ക് സർവീസ് നടത്തുന്ന വൈറ്റ് ലിങ്ക് എന്ന കപ്പൽ സർവീസിന് 196 വർഷത്തെ ചരിത്രമുണ്ട് പറയാൻ. 1825 സർവീസ് തുടങ്ങിയ ഈ കമ്പനിയുടെ ഹൈബ്രിഡ് എനർജിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പുതിയ കപ്പലായ വിക്ടോറിയ ഓഫ് വൈറ്റ് ആണ് ഈ കാണുന്നത്. തൊട്ടുമുന്നിൽ സെയിന്റ് മാലോയിലേക്ക് പോകാൻ പുറപ്പെട്ട ബ്രിട്ടാനി ഫെറീസിന്റെ ആർമറിക് എന്ന കപ്പൽ. ഫ്രാൻസിലെ സെയിന്റ് മാലോയ്ക്ക് പുറമെ സീൻ, ലേ ഹാവർ, ഷെർബൂഗ് എന്നീ നഗരങ്ങളിലേക്കും സ്പെയിനിലെ സന്റാൻഡർ, ബിൽബാവോ എന്നിവിടങ്ങളിലേക്കും ഇവിടെ നിന്നും ബ്രിട്ടാനിയുടെ കപ്പൽ സർവീസ് ഉണ്ട്. തെല്ലകലെ നിർത്തിയിട്ടിരിക്കുന്ന യുദ്ധക്കപ്പലാണ് HMS ബ്രിസ്റ്റൽ. ഏതാണ്ട് 50 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും സേനയിലെ വെള്ളാന എന്നാണ് ഇവന്റെ വിളിപ്പേര്. കടലിൽ നിന്നും തൊടുക്കുന്ന മിസൈലുകൾ വഹിക്കുന്ന 8 ബ്രിസ്റ്റൽ ക്ലാസ് കപ്പലുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും ഇവൻ ഒരുത്തം കൊണ്ട് സേനയ്ക്ക് മതിയായി. ഏതാണ്ട് ഇതേ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടൈപ്പ് 42 ഡിസ്ട്രോയറുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ മനുഷ്യ വിഭവങ്ങൾ വേണമെന്നതും യുദ്ധവിമാനങ്ങൾക്കോ ഹെലികോപ്റ്ററുകൾക്കോ ഇറങ്ങാൻ കഴിയില്ലെന്നതും കപ്പലുകളെ ആക്രമിക്കാനുള്ള വിഭവങ്ങളുടെ അപര്യാപ്തതയും ഇവയെ ലക്ഷ്യമിട്ട ഉപയോഗങ്ങളിൽ നിന്നും പിന്നോട്ട് വലിച്ചു. ഇപ്പോൾ സൈന്യത്തിന്റെ പരിശീലന ആവശ്യങ്ങൾക്കായി പോർട്സ്മത്ത് തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് ഈ വെള്ളാനയെ. ബ്രിസ്റ്റലിന് പുറകിൽ കാണുന്ന കരയാണ് വെയിൽ ഐലൻഡ്. ബ്രിട്ടീഷ് നാവികസേനയുടെ ആസ്ഥാനവും പ്രധാന ട്രെയിനിങ് കേന്ദ്രവുമാണ് HMS എക്സലന്റ് എന്നറിയപ്പെടുന്ന ഇവിടെയുള്ളത്.
വെയിൽ ഐലൻഡിലേക്ക് ഉള്ള ഒരേ ഒരു വഴി നാവികസേനയുടെ നിയന്ത്രണത്തിലായതിനാൽ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങ് ദൂരെ വെള്ള നിറത്തിലുള്ള ക്ലിഫിന് ഇടതുവശത്തേക്ക് നോക്കിയാൽ കടലിന്റെ കരയിൽ ഒരു കൂറ്റൻ കോട്ട കാണാം. അതാണ് പോർച്ചസ്റ്റർ കാസിൽ. പോർട്സ്മത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ റോമക്കാരാണ് AD 285 ഇവിടെ ആദ്യമായി കോട്ടമിടുന്നതെങ്കിലും 11ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ട് കീഴടക്കിയ നോർമൻ രാജാവായ വില്യമാണ് ഈ കോട്ടയെ ഇന്നത്തെ രൂപത്തിലേക്ക് പണിതുയർത്തിയത്. പിന്നീട് പല കാലങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി പല രാജാക്കന്മാർ ഉപയോഗപ്പെടുത്തിയ ഈ കോട്ട ഇന്ന് ഏറ്റവും സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നാണ്. ഇനി വന്ന വഴിയെ തന്നെ തിരിച്ചു പോരുമ്പോൾ നമുക്ക് മറുകരയുടെ കഥ പറയാം. പോർട്സ്മത്ത് ഒരു ദ്വീപെങ്കിലും കടലിനക്കരെ കാണുന്ന മറുകര ബ്രിട്ടീഷ് മെയിൻലാൻഡിന്റെ ഭാഗമായ ഗോസ്പോർട്ട് ആണ്. പോർട്സ്മത്ത് ഹിസ്റ്റോറിക് ഡോക്യാർഡിന്റെ ഭാഗമായ എക്സ്പ്ലോഷൻ മ്യൂസിയവും മുങ്ങിക്കപ്പൽ മ്യൂസിയവും ഗോസ്പോർട്ടിലാണുള്ളത്. നമ്മൾ തിരിച്ച് ഗൺവാർഫിനടുത്തെത്തുമ്പോൾ കാണുന്ന യൂണിയൻ ജാക്ക് പതിച്ച വലിയ കെട്ടിടമാണ് ബാർ എന്ന ബെൻ ഐസിൽ റേസിംഗിന്റെ ആസ്ഥാനം. വഞ്ചി തുഴച്ചിലിൽ തുടർച്ചയായ 5 ഒളിമ്പിക് മെഡലുകൾ നേടി ചരിത്രം സ്ഥാപിച്ച ബെൻ ഐസിൽ സ്ഥാപിച്ച റേസിംഗ് കമ്പനിയാണിത്. പായ്വഞ്ചി തുഴയലിന്റെ ലോക ചാമ്പ്യൻഷിപ്പായ അമേരിക്കാസ് കപ്പിലടക്കം ഒട്ടേറെ കിരീടങ്ങൾ സ്വന്തമാക്കിയ ക്ലബിന്റെ ആസ്ഥാനം. JP മോർഗനും ലാൻഡ് റോവറും അടക്കം സ്പോൺസർ ചെയ്തിട്ടുള്ള ഇവരുടെ ഇപ്പോഴത്തെ സ്പോൺസർ കെമിക്കൽ രംഗത്തെ ഭീമന്മാരായ ഇനിയോസ് ആണ്. പോർട്സ്മത്തിന്റെ ഷോപ്പിംഗ് സെന്ററായ ഗൺവാഫിൽ ഹാർബർ ടൂറിന് ഒരു സ്റ്റോപ്പ് ഉണ്ട്. കൂടെ ഉണ്ടായിരുന്ന പലരും അവിടെ ഇറങ്ങുകയും പുതിയ കുറെ പേർ കയറുകയും ചെയ്ത ശേഷം വീണ്ടും ഞങ്ങൾ ഡോക്യാർഡ് ലക്ഷ്യമാക്കി നീങ്ങി. ഗൺവാർഫിൽ നിന്ന് പുറപ്പെട്ടാൽ ആദ്യം കാണുന്നതാണ് കാറ്റമാരൻ സർവീസ് ജെട്ടി. ഒരുപാട് കാറ്റമാരൻ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. കട്ടമരം എന്ന തമിഴ് വാക്കാണ് ഇംഗ്ലീഷുകാർക്ക് കാറ്റമാരൻ ആയതെന്ന് പറഞ്ഞത് ശശി തരൂർ ആയതിനാൽ അത് അവിശ്വസിക്കാൻ തരമില്ല. ഗൺവാർഫിന്റെ പടിഞ്ഞാറേ അറ്റത്താണ് പോർട്സ്മത്തിന്റെ അടയാളമായ സ്പിനാക്കർ ടവർ സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ വൈറ്റ് ലിങ്കിന്റെ കാറ്റമരൻ സർവീസ് ജെട്ടിയാണ്. അവിടെ വൈറ്റ് ലിങ്കിന്റെ 2 സർവീസ് ബോട്ടുകളെയും ഒന്നിച്ചു കാണാം. പിറകിൽ പോർട്സ്മത്ത് ഹാർബർ റെയിൽവേ സ്റ്റേഷൻ, തൊട്ടടുത്ത് ഗോസ്പോർട്ട് ഫെറി ജെട്ടി. അതോടുകൂടി ഹാർബർ ടൂറിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. പക്ഷെ വാക്കി ടോക്കിയുടെ യാത്രയും പോർട്സ്മത്തിലെ കാഴ്ചകളും അവസാനിക്കുന്നില്ല. കൂടുതൽ അറിവ് പകരുന്ന പുതിയ വീഡിയോയുമായി ഇനിയും വരാം. യാത്ര പറഞ്ഞിറങ്ങും മുൻപ് ഒരു വരി കുറിക്കുക, അഭിപ്രായം പറയുക. ഇനിയുള്ള വീഡിയോകൾ കൂടുതൽ മികച്ചതാക്കാൻ അത് ഉപകരിക്കുമെന്ന് തീർച്ച.